ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു മൈ ചാനൽ ബ്യൂട്ടിഫുൾ സോൾസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ മാത്രം കേൾക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ ഇതിനകത്ത് പറയുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, എനിക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് നൈറ്റ് ഓഫ് വാൻസിൻ്റെ കാർഡാണ്. ഓക്കെ, നൈറ്റ് ഓഫ് വാൻസ്, അതിനുശേഷം 9 ഓഫ് പെൻഡക്കിൾസ്, 9 ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, അതിനുശേഷം 5 ഓഫ് വാൻസ് ആണ്. ഓക്കെ, ടവർ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ടവർ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് കപ്സ് കഴിഞ്ഞിട്ട് അടുത്തത് ഏതാണ്? 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. 5 ഓഫ് സോഡ്സ്, കാക്കകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, 5 ഓഫ് സോഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 10 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അഡ്വൈസ്. ഓക്കെ, 10 ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. ഔട്ട്കം ഈസ് ദ ഹൈ പ്രീസ്റ്റസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ കൂടെ ചേർന്ന് 8 ഓഫ് കപ്സ് ആണ് എനിക്ക് വന്നത്. ഞാൻ വീണ്ടും എന്നാലും ഷഫിൾ ചെയ്തു, കൂടെ വന്നതുകൊണ്ട് എടുക്കണ്ട വിചാരിച്ചു. വീണ്ടും ഷഫിൾ ചെയ്തു. ഓ മൈ ഗോഡ്, 8 ഓഫ് കപ്സ് തന്നെ വീണ്ടും വന്നു. ആദ്യം കിങ് ഓഫ് കപ്സിൻ്റെ കൂടെ വന്നതാണ്, ഞാൻ പിന്നെ കൂടെ ഒട്ടി വന്നതായിരിക്കും, എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും ഷഫിൾ ചെയ്തപ്പോൾ അത് തന്നെ കിട്ടി, 8 ഓഫ് കപ്സ്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് നമുക്ക് ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് നമ്മുടെ ചക്രവർത്തിയാണ് കിട്ടിയിരിക്കുന്നത്. വീണ്ടും കാക്കകളാണല്ലോ ദൈവമേ. ഓക്കെ, കാക്കകൾ ഒരു പോസിറ്റീവ് സൈൻ അല്ല, നെഗറ്റീവ് സൈനാണ്. പക്ഷേ എനിക്കത് ജസ്റ്റ് ഞാൻ മറ്റ് കാർഡുകൾ എടുത്ത് നോക്കിയപ്പോൾ കണ്ടെന്നേ ഉള്ളൂ. നമുക്കൊരു പിക്ചറിൽ മാത്രമേ കാക്കകളുടെ ഒരു പടമുള്ളതുള്ളൂ, വലിയ ഇമ്പോർട്ടൻസ് അല്ല. നമുക്ക് നോക്കാം. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇന്നത്തെ കാർഡ്സ്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ നമുക്ക് നോക്കാം. എനിക്കിതിൽ ഓവറോൾ ആയിട്ടുള്ളൊരു വൈബ് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റൻസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ തീവ്രം, പിന്നെ ട്രാൻസ്ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പരിവർത്തനപരമായ ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ്. അതായത് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പരിവർത്തനങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു എനർജി. പാഷനുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, അഭിനിവേശം എന്നൊക്കെ നമ്മൾ പറയില്ലേ, പാഷൻ, അഭിനിവേശം എന്നൊക്കെ പറയില്ലേ, അതുണ്ട്. കോൺഫ്ലിക്ട്സ് ഉണ്ട്, അതായത് സംഘർഷമുണ്ട്. ഇത് രണ്ടുമുണ്ട്. എന്നാൽ ഒരു ലോങ് ടേം സന്തോഷത്തിനും ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടുന്ന രീതിയിലുമൊക്കെ ഉള്ള ഒരു ബന്ധമാണ് നിങ്ങളുടേത് എന്നാണ് എനിക്കിവിടുത്തെ കാർഡുകളിൽ നിന്നും ഓവറോളായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്.
ഇതിൽ പാഷൻ ആൻഡ് എക്സൈറ്റ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത് നൈറ്റ് ഓഫ് വാൺസ് ഒരു അഭിനിവേശപൂർണമായ ഊർജമാണ്. അതേസമയം കിങ് ഓഫ് കപ്സ് വൈകാരികമായ പക്വതയെ കാണിക്കുന്ന ഒരു കാർഡാണ്. ഇത് രണ്ടും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കല്ലാതെ 5 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്, 5 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, ദ ടവർ എന്നിവ വന്നിട്ടുണ്ട്. അതായത് പെട്ടെന്നുള്ള സംഘർഷങ്ങൾ, മാറ്റങ്ങൾ എന്നിവയെ ഈ ബന്ധത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വളർച്ചയും പരിവർത്തനവും 8 ഓഫ് കപ്സ്, ദ ഹൈ പ്രീസ്റ്റസ് എന്നിവ വന്നു. വിട്ടുകൊടുക്കൽ, ഒരു ആന്തരിക ജ്ഞാനം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുള്ളത് കൊണ്ടാണ് 8 ഓഫ് കപ്സ് വിട്ടുകൊടുക്കൽ, മാറിപ്പോകുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം 10 ഓഫ് പെൻഡക്കിൾസ് ഇവിടെ വന്നിട്ടുണ്ട്, ദീർഘകാല സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു. അങ്ങനെ പല പല തരത്തിലുള്ള കാർഡുകളാണ് ഈ ഒരു ബന്ധത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഈ തരത്തിലുള്ള എനർജി നാവിഗേറ്റ് ചെയ്യാൻ, അതായത് ഇങ്ങനെയുള്ള എനർജികൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വൈകാരികമായ ഇമോഷണൽ ബുദ്ധി എന്ന് പറയും, വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കണം. ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ വേണം ഈ ബന്ധത്തിൽ. സ്വയം ഒരു അവബോധം എന്നിവയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തരത്തിൽ പല പല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ, ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നൊരു ബന്ധമായതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. നിങ്ങളുടെ ഊർജം, അഭിനിവേശം, സാഹസികത, പ്രവർത്തനം, റിസ്ക് എടുത്ത് മുന്നോട്ട് പോകൽ, ഇതിനൊക്കെ തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത്. ഈ കാണുന്നവരുടെ ഊർജം, റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ ഈ ബന്ധത്തിൽ നിങ്ങൾ തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് ആദ്യത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ് 9 ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് പങ്കാളിയുടെ ഊർജമാണ്. നിങ്ങളുടെ പങ്കാളി, അതായത് നിങ്ങൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, അവർ ഒരു സ്വാതന്ത്ര്യം, അതുപോലെ ആത്മവിശ്വാസം, സന്തോഷം, അവർ സ്വയം പര്യാപ്തരായ ഒരു സന്തുഷ്ടമായ ജീവിതം നയിക്കുന്നവരാണ്, അല്ലെങ്കിൽ നയിക്കാൻ ആഗ്രഹമുള്ളവരാണ് എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. കെട്ടുപാടുകളൊന്നും പാടില്ല, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനും സന്തോഷിക്കാനും ആഗ്രഹിക്കുന്ന ഒരു പങ്കാളിയെ, അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ വന്നിരിക്കുന്നത് 5 ഓഫ് വാൺസിൻ്റെ എനർജി. നിലവിൽ ബന്ധത്തിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ സംഘർഷം, വിയോജിപ്പുകൾ, പരസ്പരമുള്ള മത്സരം, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ഉണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടായി എന്നാണ് എനിക്കിപ്പോൾ നിലവിൽ നിങ്ങളുടെ ബന്ധത്തിലൂടെ കാണുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ടവർ വന്നിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? ടവർ വരും. ടവറാണ് ഇവിടുത്തെ ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ചാലഞ്ച് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്നുള്ള മാറ്റം, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കുലുക്കം, ചില വെളിപ്പെടുത്തലുകൾ, ചില കാര്യങ്ങൾ പൊട്ടിത്തെറിച്ച് കടന്നുപോയി, ഇതൊക്കെയാണ് നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾ, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു ഒബ്സ്റ്റക്കിളായിട്ട് വന്നിരിക്കുന്നത് ടവറാണ്. പെട്ടെന്ന് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലുണ്ടായി. 7 ഓഫ് കപ്സിൻ്റെ എനർജി പറഞ്ഞിരിക്കുന്നത് ഭൂതകാല സ്വാധീനത്തിനെ കുറിച്ചാണ്. നിങ്ങൾക്കിടയിൽ ചില മിഥ്യാധാരണകൾ ഉണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചില ആശയക്കുഴപ്പങ്ങൾ, ചില തിരഞ്ഞെടുപ്പുകളും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ഭൂതകാലം ഇപ്പോഴും നിങ്ങളെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ സ്വാധീനിച്ചിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അടുത്തത് ഫ്യൂച്ചർ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾക്ക് സംഘർഷം, വിജയം, പരാജയം, ഒരു വാദം ഉണ്ടായാൽ അതിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്ന് ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹം, ഞാൻ വിട്ടുകൊടുക്കില്ല, എനിക്ക് വിജയിക്കണം, അങ്ങനെയുള്ളൊരു ഇൻഫ്ലുവൻസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിൽ സംഘർഷങ്ങളുണ്ടാവാം, ചില വിജയങ്ങളുണ്ടാവാം, പരാജയങ്ങളുണ്ടാവും, എനിക്ക് തന്നെ ജയിക്കണം എന്നുള്ളൊരാഗ്രഹം, അതെല്ലാം ഫ്യൂച്ചർ ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, 10 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി നിങ്ങളോട് പറയുന്ന അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചാൽ, സന്തോഷം, നിവൃത്തി, കുടുംബ ദീർഘകാല സന്തോഷം എനിക്ക് വേണം എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം നിങ്ങൾ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഈ ബന്ധത്തിൽ ഈ കേൾക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്കാണ്.
നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന അഡ്വൈസ്, നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം വേണം, നിവൃത്തി വേണം, കുടുംബത്തിന് ദീർഘകാല സന്തോഷങ്ങൾ വേണം. അതിനൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഓരോ പ്രവൃത്തിയും ചെയ്യുക എന്നാണ് നിങ്ങൾക്ക് അഡ്വൈസായിട്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ ഈ ബന്ധത്തിൽ മറച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ ശ്രദ്ധിക്കുക. ചില നിഗൂഢതകൾ ഈ ബന്ധത്തിൽ ഒളിഞ്ഞ് ഇരിപ്പുണ്ട്. ആരോ എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ തോന്നുന്നു. ഹൈ പ്രീസ്റ്റസ് അതാണ് സൂചിപ്പിക്കുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഇമോഷണൽ മെച്യൂരിറ്റിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. പരസ്പരം അനുകമ്പയോടുകൂടി പെരുമാറുക, ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക, ഇമോഷണൽ ഇൻ്റലിജൻസോടുകൂടി ഓരോ പ്രവൃത്തിയിലും ഏർപ്പെടുക. അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ. കിങ് ഓഫ് കപ്സ് അതിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. അവസാനത്തെ കാർഡ്, 10ാമത്തെ കാർഡ് 8 ഓഫ് കപ്സിൻ്റെതാണ്. അതായത് ഇവിടുത്തെ ബേസിക് ഇഷ്യൂ എന്ന് വെച്ചാൽ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നില്ല ഈ ഒരു ബന്ധം. ഇവിടെ ചില ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പരസ്പരം കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ അങ്ങ് വന്നില്ല. അതുകൊണ്ട് ചില തിരിഞ്ഞു നടക്കലുകളും ചില തിരഞ്ഞെടുപ്പുകളുമെല്ലാം ഈ ബന്ധത്തിലുണ്ടായി എന്നാണ് എനിക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് നിങ്ങളെ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി. ഇപ്പോൾ ഇത്രയും അഡ്വൈസസ് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇതിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് എനർജി വന്നിരിക്കുന്നത് നമ്മുടെ രാജാവിൻ്റെ എനർജിയാണ്. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ബന്ധത്തിൽ ഒരു ബാലൻസ്, ഓക്കെ, ഒരു ഫെയർനെസ് വേണം. കർമ്മ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാ ബലങ്ങളും ഉണ്ടാവുന്നത്. ഈ ബന്ധത്തിലുള്ള 2 പേർക്കും നിങ്ങൾ എന്താണ് ഈ ബന്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത് അത് തന്നെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കും എന്നാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത്. ജസ്റ്റിസാണ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ ഈ ബന്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത് അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അതായത് അതിനുള്ള ഫലം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ഫലം അത് തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. വിതച്ചത് കൊയ്യും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ആ ഒരു തീരുമാനമാണ് എനിക്കിവിടെ നിന്നും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ മനസ്സിലായത്. അതാണ് ബോട്ടം ഓഫ് ദി ഡെക്കിൻ്റെ എനർജി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. വീണ്ടും ഒരു റീഡിങ്ങുമായി കാണുന്നത് വരെ ബൈ and take care. Thank you.